നമ്മുടെ വാക്തോണിൽ അണിനിരക്കുന്നുണ്ട്. അവർക്ക് പെട്ടെന്ന് തന്നെ പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പരിപാടി ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. മുഴുവൻ ആളുകളും സഹകരിക്കുക. വാക്തോണുമായി മുഴുവൻ ആളുകളും സഹകരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലേക്ക്, വയനാട്ടിലേക്ക് ഇതാ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി, മുൻ പ്രതിപക്ഷ നേതാവ് എത്തിയിരിക്കുകയാണ്. സാറിന് വയനാടൻ ജനതയുടെ ഊഷ്മളമായ സ്നേഹോഷ്മളമായ സ്വാഗതം. ഈ വാക്തോണിത പ്രയാണം ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒട്ടനവധി ചരിത്ര ഇതിഹാസങ്ങളുടെ കഥകൾ അയവിറക്കുന്ന വയനാടൻ മലമടക്കുകളിൽ, കോടമഞ്ഞ് പെയ്തിറങ്ങുന്ന വയനാട് മലമടക്കുകളിൽ മറ്റൊരു ചരിത്ര ഇതിഹാസം തീർത്തുകൊണ്ടത് മയക്കുമരുന്നിനെതിരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, കൂടുതലും യുവാക്കളാണ് അണിനിരന്നിരിക്കുന്നത്. സന്തോഷകരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. കൂടുതൽ സ്റ്റുഡൻസുകൾ, യുവാക്കളാണ് ഇതിൽ അണിനിരക്കുന്നത്. ഭാവി തലമുറ നല്ലതാകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ രക്ഷിതാക്കളും രാഷ്ട്രീയ ഭേദമന്യേ ഈ പ്രിയപ്പെട്ടവരെ, ബാനറിന്റെ പുറകിലായിട്ട് അണിനിരക്കണം. ബാനറിൽ എഴുതിയ എഴുത്ത് മറയാൻ പാടില്ല. മീഡിയകളിൽ തത്സമയ സംപ്രേഷണമുള്ളത് കൊണ്ട് ബാനറിന്റെ മുമ്പിലായിട്ടായിരുന്നു നിൽക്കേണ്ട, ബാനറിന്റെ പുറകിലായിട്ട് അണിനിരക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ മഹത്തായ ഈ പരിപാടി ഇവിടെ ആരംഭം കുറിക്കാൻ പോവുകയാണ്. ഈ വിളംബര വണ്ടിക്ക് പിന്നിലുള്ള അനൗൺസ്മെന്റ് വാഹനത്തിന് പിന്നുള്ള മുഴുവൻ ആളുകളും, ആ ബാനറിന് പരിസരത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളും ബാനറിന് പിന്നിലേക്ക് മാറി നിൽക്കണമെന്ന് അറിയിച്ചു കൊള്ളുന്നു. ബാനറിന് മുന്നിലുള്ള മുഴുവൻ ആളുകളും ബാനറിന് പിന്നിലേക്ക് മാറി നിൽക്കണമെന്ന് അറിയിച്ചു കൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ടീഷർട്ട് ഇട്ടിരിക്കുന്ന, തൂവെള്ള വസ്ത്രം അണിഞ്ഞിരിക്കുന്ന എല്ലാവരും ഇതിന്റെ വോളണ്ടിയറാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട്, സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ഈ ബാനറിന് പിറകിൽ അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കേരളം അനുഭവിക്കുന്ന മഹാദുരന്തമായ ലഹരി എന്ന മഹാവിപത്തിനെതിരെ കേരളക്കരയിലെ എല്ലാ ജില്ലകളിലും സമൂഹത്തിലെ എല്ലാ മേഖലയിലെ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് സാമൂഹിക, രാഷ്ട്രീയ, മത, സാംസ്കാരിക, സാമുദായിക, ആത്മീയ, കലാകായിക രംഗങ്ങളിലെ സമൂഹത്തിലെ എല്ലാ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട്, ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി അണിനിരത്തിക്കൊണ്ട്, സംഘടിപ്പിച്ചുകൊണ്ട് ശ്രീമാൻ രമേശ് ചെന്നിത്തല നടത്തുന്ന ഐതിഹാസികമായ പോരാട്ടമാണ് ഈ വാക്തോൺ. ഈ വാക്തോണിലേക്ക് നിങ്ങളെ ഹാർദമായി ഒരിക്കൽ കൂടെ ക്ഷണിക്കുകയാണ്. ഈ മനോഹരമായ വാക്തോണിൽ ബാൻഡ് മേളം, NCC, സ്കൗട്ട്, NSS, ശിങ്കാരി മേളം തുടങ്ങി, സ്റ്റുഡൻസ് പോലീസ് തുടങ്ങി ഒട്ടനവധി കേഡറ്റുകളും വാദ്യമേളങ്ങളും അണിനിരന്നുകൊണ്ട് മനോഹരമാക്കിക്കൊണ്ട്, നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ട്, ഓരോ മണൽത്തരികളെയും ഹർഷപുളകം അണിയിച്ചുകൊണ്ട്, ഈ രാജ്യവീതിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട്, ഒട്ടനവധി ഇതിഹാസ ചരിത്രങ്ങളുടെ കഥകൾ അയവിറക്കുന്ന വയനാടിന്റെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ മണ്ണിന്, മനസ്സിന് രോമാഞ്ചം അണിയിച്ചുകൊണ്ട്, ഭാവി തലമുറയുടെ വാഗ്ദാനമായി, ഭാവിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ അണിനിരക്കാൻ നിങ്ങളെ ഞങ്ങൾ സ്നേഹത്തോടെ ഒരിക്കൽ കൂടെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സാംസ്കാരിക അധംപതനത്തിന്റെ ഒരു ജനതയെ തള്ളിവിടുന്ന സിന്തറ്റിക് മയക്കുമരുന്നിനെതിരെ, സമൂഹത്തിൽ ഛിദ്രത പുലർത്തുന്ന, കുടുംബത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന, ക്യാമ്പസുകളിൽ ആക്രമണം സൃഷ്ടിക്കുന്ന സിന്തറ്റിക് മയക്കുമരുന്നിനെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ടിതാ മുൻകാല ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല അഴിമതിക്കെതിരെയും അക്രമത്തിനെതിരെയും സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് നടത്തുന്ന ഐതിഹാസികമായ വാക്തോണിത ലഹരിക്കെതിരെ ഇവിടെ നടത്തുകയാണ്. മുഴുവൻ ആളുകളുടെയും പിന്തുണ കാംക്ഷിച്ചുകൊണ്ട്, സമൂഹത്തിലെ നാനാ തുറയിൽപ്പെട്ട ആളുകളുടെ പിന്തുണ കാംക്ഷിച്ചുകൊണ്ട്, മുഴുവൻ ആളുകളുടെയും സഹകരണത്തോടെ ഈ വഴിത്താരിക ധന്യമാക്കി മുന്നോട്ട് ഗമിക്കുകയാണ്. അനുഗ്രഹിച്ച് ആശീർവദിച്ചാലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിപാടികളൊക്കെയും മീഡിയ സംപ്രേഷണം തത്സമയം ചെയ്യുന്നതാണ്. ആയതുകൊണ്ട് തന്നെ ഓർഡർ പ്രകാരം അറിയിപ്പ് മാനിക്കേണ്ടതാണെന്ന് പ്രിയപ്പെട്ട മുഴുവൻ ആളുകളോടും ഒരിക്കൽ കൂടെ ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, മേലധ്യക്ഷന്മാരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മനുഷ്യാവകാശ പ്രവർത്തകരും വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും അധ്യാപകരും എന്ന് വേണ്ട അധ്വാനിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളും നാട്ടിലെ നന്മ കാംക്ഷിക്കുന്ന മുഴുവൻ ആളുകളും അണിയിച്ചൊരുക്കുന്ന ഐതിഹാസികമായ വാക്തോണാണ് ആദരണീയനായ ശ്രീമാൻ രമേശ് ചെന്നിത്തല ജി നയിക്കുന്ന വാക്തോണാണ് അല്പസമയത്തിനകം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രത്യേക സജ്ജമാക്കിയ നഗരിയിലേക്ക് നീങ്ങുന്നത്. അവിടെ വെച്ച് ആയിരങ്ങൾ പ്രതിജ്ഞയെടുക്കുമ്പോൾ സമൂഹത്തിൽ ഇന്ന് നീരാളിപ്പിടുത്തം പോലെ ഉറ്റവരെയും ഉടയവരെയും തിരിച്ചറിയാത്ത വിധം മാറിക്കൊണ്ടിരിക്കുന്ന സിന്തറ്റിക് ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയെടുത്തുകൊണ്ട് സമൂഹത്തിലേക്ക് ഒരു വോളണ്ടിയറിനെ പോലെ നമുക്ക് ഒരുമിച്ച് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആ ഒരു പ്രതിജ്ഞയിലേക്ക് നാം മുന്നേറുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള അടിവെച്ചുള്ള വാക്തോണാണ് ഈ വഴിത്താരിക രാജ്യവീതിയിലൂടെ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും പ്രിയപ്പെട്ടവരെ, പ്രിയമുള്ളവരെ, ബഹുമാന്യനായ കേരളത്തിന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന മയക്കുമരുന്നിനെതിരെയുള്ള, രാസലഹരിക്കെതിരെയുള്ള, മദ്യത്തിനെതിരെയുള്ള സമൂഹ നടത്തം വാക്കത്തോൺ ഏതാനും നിമിഷങ്ങൾക്കകം ചരിത്രമുറങ്ങുന്ന ഈ കൽപ്പറ്റ ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്നതാണ്. ഇതിന്റെ സൗന്ദര്യം കാത്തുസൂക്ഷിക്കാൻ, ഇതിന്റെ മനോഹാരിത കാത്തുസൂക്ഷിക്കാൻ, ഇതിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ദയവായി ബാനറിന്റെ പിന്നിൽ അണിചേരേണ്ടതാണ്. സ്കൂൾ കുട്ടികൾ ബാനറിന് പിന്നിൽ അണിചേരുമ്പോൾ അതിന്റെ പിന്നിലായിട്ട് ഇവിടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും അണിചേരണം. സ്കൂൾ കുട്ടികൾക്ക് ഇടയിൽ തിക്കും തിരക്കും ഉണ്ടാവാതെ, ഗതാഗത തടസ്സമുണ്ടാവാതെ സ്വയം വാളണ്ടിയർമാരായി ഓരോ പ്രിയപ്പെട്ടവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഒരു അമ്മയുടെയും കണ്ണുനീർ ഈ മണ്ണിൽ വീഴാൻ പാടില്ല. രാസലഹരിക്ക് അടിമയായി ഇനി ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ജീവിതം നശിപ്പിക്കാൻ പാടില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹ നടത്തം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഇതിൽ പങ്കെടുക്കാൻ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദയവായി ബാനറിന്റെ പിന്നിൽ അണിചേരേണ്ടതാണ്. ബഹുമാന്യനായ കേരളത്തിന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയും ബഹുമാന്യനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് MLA അവർകളും എത്തിച്ചേർന്നിട്ടുണ്ട്. ഉടൻ തന്നെ ഫ്ലാഗ് കൈമാറി വാക്കത്തോൺ ആരംഭിക്കുന്നതാണ്. വാക്കത്തോണിൽ വന്ന മുഴുവൻ പ്രവർത്തകരും ബാനറിന്റെ പുറകിലായി നിൽക്കണമെന്ന് അറിയുകയാണ്. മുഴുവൻ പ്രവർത്തകരും ബാനറിന്റെ പുറകിൽ നിൽക്കണമെന്ന് അറിയുകയാണ്. എല്ലാ മനുഷ്യരും, പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മനുഷ്യരും നമ്മുടെ ബാനറിന്റെ പുറകിലേക്ക് മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത് തന്നെ അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ബാനറിന്റെ പുറകിലേക്ക് മാറുക. പ്രിയപ്പെട്ടവരെ, ഈ ബാനറിന് മുൻപിൽ ആരും നിൽക്കരുത്. ദയവായി ബാനറിന് മുൻപിൽ നിന്ന് നമ്മുടെ നേതാക്കന്മാർക്ക് നടന്നു വരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. പ്ലീസ്, ബാനറിന്റെ പിന്നിൽ അണിനിരക്കണം. ദയവായി ബാനറിന്റെ മുന്നിൽ ആരും കയറരുത്. പ്ലീസ്. സ്നേഹമുള്ളവരെ, മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി, മുൻ പ്രതിപക്ഷ നേതാവ്, അഴിമതിക്കെതിരെ ആഞ്ഞടിക്കുന്ന ടങ്സിനെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ടത് കേരളത്തിലെ 9 ജില്ലകളിൽ പ്രയാണം ആരംഭിച്ചുകൊണ്ട് 10ാമത് പ്രയാണം വയനാട് ജില്ലയിൽ നാടും നഗരം ഇളക്കി മറിച്ചുകൊണ്ട് നടക്കുകയാണ്.
ഈ വഴിത്താരിക ധന്യമാക്കിക്കൊണ്ട് ഓരോ മണൽത്തരികളെയും ഹർഷപുളകമണിയിച്ചുകൊണ്ടിത് ഈ രാജവീതിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ശ്രീമാൻ രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐതിഹാസികമായ വാക്തോണിത ഈ വഴിത്താരിക ധന്യമാക്കി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ പ്രവർത്തകരും ബാനറിന്റെ പിറകിലായി മാറി നിൽക്കുക. നമ്മുടെ നായകനെ കാണുന്നതിന് വേണ്ടിയും അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടിയും പ്രത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ നായകന്റെ പിറകിൽ നിങ്ങൾ എല്ലാവരും അണിനിരക്കുക. പ്രിയപ്പെട്ടവരെ, ആ ബാനറിന്റെ പിറകിലായിക്കൊണ്ട് കേരളത്തിലെ 9 ജില്ലകളിൽ നടത്തിയ ഈ വാക്തോണിത നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ട് ഓരോ മണൽത്തരികളെയും ഹർഷപുളകമണിയിച്ചുകൊണ്ട് രാജവീതിയെ ധന്യമാക്കിക്കൊണ്ട് മയക്കുമരുന്നിനെതിരെ, സിന്തറ്റിക് ലഹരിക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സമര പോരാളിത ലഹരിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ലഹരി വ്യാപനത്തിനെതിരെ, ലഹരി വിപണനം നടത്തുന്ന സിന്തറ്റിക് ലഹരി വിപണനത്തിലൂടെ സമൂഹത്തെ കാർന്നു തിന്നുന്നവർക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ആളുകൾ ഈ ജാതിയുടെ പുറകിലേക്ക് കടന്നു നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആളുകൾ ആരും മുമ്പോട്ട് കടന്നു പോരരുത്. ജാതിയുടെ പുറകിലേക്ക് നിൽക്കണം. ജാതിയുടെ പുറകിലേക്ക് നിൽക്കണം. സ്നേഹമുള്ളവരെ, കേരളം അനുഭവിക്കുന്ന മഹാദുരന്തമായ ലഹരി എന്ന മഹാവിപത്തിനെതിരെ കേരളക്കരയിലെ എല്ലാ ജില്ലകളിലെയും സമൂഹത്തിലെ എല്ലാ മേഖലകളിലെയും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് സാമൂഹിക, രാഷ്ട്രീയ, മത, സാംസ്കാരിക, സാമുദായിക, ആത്മീയ, കലാ, കായിക രംഗങ്ങളിലെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ജാതി, മത, രാഷ്ട്രീയ ഭേദമന്യേ അണിനിരത്തിക്കൊണ്ട് ആയിരങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശ്രീമാൻ രമേശ് ചെന്നിത്തല നടത്തുന്ന ഐതിഹാസികമായ പോരാട്ടമാണ് ഈ വഴിത്താരിക ധന്യമാക്കിക്കൊണ്ട് വാക്ക് എഗനിസ്റ്റ് ഡ്രഗ്സ് എന്ന നാമത്തിൽ ഈ സമൂഹം നടക്കുകയാണ്. പ്രിയമുള്ളവരെ, സമൂഹത്തിലെ നാനാതുറം ജനങ്ങൾ അണിനിരക്കുന്ന ഐതിഹാസികമായ ഈ വാക്തോണിലേക്ക് നിങ്ങളെയും ഹാർദമായി ക്ഷണിക്കുകയാണ്. പിന്നിട്ട വഴിത്താരികിലെ സ്നേഹോഷ്മലമായ സ്നേഹാഭിവാദ്യങ്ങൾക്ക് പ്രത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ടിത് കേരളത്തിലെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി, മുൻ പ്രതിപക്ഷ നേതാവ്, അഴിമതിക്കെതിരെയും അക്രമത്തിനെതിരെയും സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണത്തിനെതിരെയും ലഹരിക്കെതിരെയും സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് നിരവധി നിയമ ഇടപെടലിലൂടെ കേരളത്തിന്റെ ജനശ്രദ്ധയെ ആകർഷിച്ച പ്രിയപ്പെട്ട രമേശ് ജി നയിക്കുന്ന ഐതിഹാസികമായ വാക്തോൺ ആണ് ഈ വഴിത്താരിക ധന്യമാക്കിക്കൊണ്ട് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും അനുമോദനത്തിന്റെ വാടാമലരുകൾ സമർപ്പിച്ചാലും പ്രിയപ്പെട്ടവരെ, ബാൻഡ് മേളത്തിന്റെയും NCCന്റെയും സ്കൗട്ടിന്റെയും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെയും NSS കേഡറ്റിന്റെയും ശിങ്കാരി മേളത്തിന്റെയും അകമ്പടിയോടുകൂടെ ഇതാ കേരളത്തിന്റെ കരുത്തനായ സാരഥി ശ്രീമാൻ രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐതിഹാസികമായ വാക്തോണാണ് നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുമോദനത്തിന്റെ വാടാമലരുകൾ സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മഹാദുരന്തമായ ലഹരിക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ബോധവൽക്കരണം നടത്തിക്കൊണ്ട് സിന്തറ്റിക് മയക്കുമരുന്നിന്റെ വ്യാപനത്തിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ട് സമൂഹത്തിലെ നാനാതുറം ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഐതിഹാസികമായ വാക്തോണാണ് ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായി മാറിയ ചരിത്ര പോരാട്ടങ്ങളുടെ നിയമസഭാകൻ ആദരണീയരായ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീമാൻ രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐതിഹാസികമായ വാക്തോണാണ് നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ട് രാജവിധിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഓരോ മണൽത്തരികളെയും ഹർഷപുളകമണിയിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹിച്ച് ആശീർവദിച്ചാലും പ്രിയപ്പെട്ടവരെ, വിവിധ തുറകളിലെ നാനാജാതി നാനാവർഗ വിഭാഗത്തിലെ വ്യത്യസ്ത സംഘടനകളിലെ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, കൈകോർത്ത് പിടിച്ചുകൊണ്ട്, നെഞ്ചോരം ചേർത്തുകൊണ്ട് ഇതാ വയനാട്ടിലെ ജനത ഒറ്റക്കെട്ടായി മയക്കുമരുന്നിനെതിരെ, നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന നീരാളിപ്പിടുത്തത്തിനെതിരെ
നയിക്കുന്ന ഐതിഹാസികമായ വാക്തോനാണ് ഈ വഴിത്താരിക ധന്യമാക്കി മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും പ്രിയപ്പെട്ടവരെ, മനുഷ്യരാക്ഷിയുടെ ചിന്തകൾക്ക് മേൽ വേദപ്പൂട്ടുമിടുന്ന മദ്യവും രാസലഹരികളും സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ കൂടപ്പിറപ്പുകളെ പോലും കൊല്ലാൻ മടി കാണിക്കാത്ത മനുഷ്യത്വം മരവിച്ചു പോയ ഇന്നത്തെ സാഹചര്യത്തിൽ സിന്തറ്റിക് മയക്കുമരുന്ന് അടക്കമുള്ള നീരാളിപ്പിടുത്തത്തിൽ നിന്ന് കേരള ജനതയെ രക്ഷിക്കുന്നതിന് വേണ്ടി, വിശിഷ്യ വയനാട് ജനതയെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഐതിഹാസികമായ മയക്കുമരുന്ന് വിരുദ്ധ റാലിയാണ്, വാക്കത്തോണാണ് ഈ വഴിത്താരിയെ ധന്യമാക്കി മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും അനുമോദനത്തിന്റെ വാടാമലരുകൾ സമർപ്പിച്ചാലും പ്രിയപ്പെട്ടവരെ, പിന്നിട്ട വഴിത്താരിയിലെ സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾ, അഭിവാദ്യങ്ങൾക്ക് പ്രത്യഭിവാദ്യം അർപ്പിച്ചുകൊണ്ടിതാ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ നായകനായ നിയമസഭക്കകത്തെ ഗർജിക്കുന്ന സിംഹം, മുൻകാലങ്ങളിൽ അഴിമതിക്കെതിരെ ആഞ്ഞടിച്ച ശ്രീമാൻ ഐതിഹാസികമായ വാക്തോനാണ് സമൂഹത്തിലെ നാനാതുറ ജനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ട് സ്നേഹോഷ്മളമായ അഭിവാദ്യങ്ങൾക്ക് പ്രത്യഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും അനുമോദനത്തിന്റെ വാടാമലരുകൾ സമർപ്പിച്ചാലും പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിന്തറ്റിക് രാസലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ എല്ലാ ജില്ലകളിലൂടെ പ്രയാണം ആരംഭിക്കുന്ന 9 ജില്ലകളിൽ കഴിഞ്ഞ് 10ാമത് നമ്മുടെ വയനാട് ജില്ലയിൽ എത്തിയിരിക്കുന്ന ഈ വാക്തോനാണ് നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ട് സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് ശേഷം അടുത്ത സമാപന കേന്ദ്രമായ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രത്യേകം സജ്ജീകരിച്ച നഗരിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും അനുമോദനത്തിന്റെ വാടാമലരുകൾ സമർപ്പിച്ചാലും പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മഹാദുരന്തമായ ലഹരി എന്ന മഹാവിപത്തിനെതിരെ കേരളക്കരയിലെ എല്ലാ ജില്ലകളിലും സമൂഹത്തിലെ എല്ലാ മേഖലയിലെ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കാലഘട്ടത്തിലെ ബ്ലേഡ് മാഫിയകളെ അമർച്ച ചെയ്ത ഓപ്പറേഷൻ കുബേരയുടെ സാരഥി, ക്യാമ്പസുകളിലെ ലഹരികൾക്കെതിരെ ശക്തമായ സമര മുന്നേറ്റം നടത്തിയ ക്ലീൻ ക്യാമ്പസിന്റെ സാരഥി ആദരണീയനായ രമേശ് ജി നയിക്കുന്ന ഐതിഹാസികമായ വാക്തോണാണ് നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും പ്രിയപ്പെട്ടവരെ, ഭാവി തലമുറയെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഉത്തമ പൗരനെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഈ വാക്തോണിൽ അണിനിരക്കണമെന്ന് കേരളത്തിന്റെ പ്രഗത്ഭനായ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി, കേരളത്തിന്റെ പ്രഗത്ഭനായ മുൻ പ്രതിപക്ഷ നേതാവ്, അഴിമതിക്കെതിരെ ആഞ്ഞടിച്ച ആദരണീയനായ ശ്രീമാൻ രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്തോനാണ് നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ട് രാജവിധിയെ പ്രഗത്ഭനം കൊള്ളിച്ചുകൊണ്ട് ഷഹീദ് മില്ലറ്റ് ടിപ്പു സുൽത്താന്റെയും വീര കേരളവർമ്മ പഴശ്ശിരാജയുടെയും പാദസ്പർശമേറ്റ് ഹർഷപുളകിതമായ വയനാടിന്റെ മലമടക്കുകളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് വോളണ്ടിയേഴ്സ് അണിനിരക്കുന്ന വാക്തോൺ മദ്യത്തിനെതിരെ, ലഹരിക്കെതിരെ സുന്ദരമായ കേരളം പടുത്തുയർത്തുന്നതിന് വേണ്ടി, ഉത്തമമായ പൗരന്മാരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി, നമ്മുടെ കുട്ടികളെ നശിപ്പിക്കുന്ന മയക്കുമരുന്ന് മാഫിയക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന ഐതിഹാസികമായ വാക്തോണാണ് കേരളത്തിന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി, മുൻ പ്രതിപക്ഷ നേതാവ് ആദരണീയനായ ശ്രീമാൻ രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐതിഹാസികമായ വാക്തോനാണ് പിന്നിട്ട വഴിത്താരികളെ സ്നേഹോഷ്മളമായ അഭിവാദ്യങ്ങൾക്ക് പ്രത്യഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ട് നടക്കുന്നത്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും അനുമോദനത്തിന്റെ വാടാമലരുകൾ സമർപ്പിച്ചാലും പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ 9 ജില്ലകളിലെ നഗരങ്ങൾ താണ്ടി വൻ വിജയമായി 10ാമത്തെ എഡിഷനായി നമ്മുടെ വയനാട് ജില്ലയിൽ എത്തിയിരിക്കുകയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. നിരവധി സാമൂഹിക സാംസ്കാരിക കലാകായിക രംഗങ്ങളിലെ പ്രമുഖർ അണിനിരക്കുന്ന, മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അണിനിരക്കുന്ന ഐതിഹാസികമായ വാക്തോണാണ്
നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ട് രാജവീതിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾക്ക് പ്രതിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഓരോ മണൽത്തരികളെയും ഹർഷ പുളകമണിയിച്ചുകൊണ്ട് കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. ഒരു കാലഘട്ടത്തെ ബ്ലേഡ് മാഫിയകളെ കയ്യാമം വെച്ച് നടത്തിച്ച പ്രഗത്ഭനായ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി, പ്രഗത്ഭനായ മുൻ പ്രതിപക്ഷ നേതാവ്, രാസലഹരിയുടെ വിപണനത്തിനെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലൂടെയും പ്രയാണം ആരംഭിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ വയനാടിന്റെ ആസ്ഥാന നഗരിയായ കൽപ്പറ്റ പട്ടണത്തിലൂടെ പ്രയാണം ആരംഭിക്കുകയാണ്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും അനുമോദനത്തിന്റെ വാടാമലകൾ സമർപ്പിച്ചാലും രാഷ്ട്രീയ ഭേദമന്യേ മതസംഘടനാ ഭേദമന്യേ എല്ലാവരും നെഞ്ചോരം ചേർത്തുകൊണ്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരു മെയ്യായി ഒരു മനസ്സായി ലഹരിക്കെതിരെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിതാ ഈ നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ട് ഒട്ടനവധി ചരിത്ര ഇതിഹാസങ്ങളുടെ കഥകൾ അയവിറക്കുന്ന കർഷക തൊഴിലാളികളുടെ നഗരിയായ പോരാളികളുടെ നഗരിയായ കൽപ്പറ്റ പട്ടണത്തിന്റെ മണ്ണും മനസ്സ് രോമാഞ്ചമണിയിച്ചുകൊണ്ട് കടന്നു വരികയാണ്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും അനുമോദനത്തിന്റെ വാടാമരലുകൾ സമർപ്പിച്ചാലും പ്രിയപ്പെട്ടവരെ കേരളത്തിലുടനീളം വ്യത്യസ്ത ജില്ലകളിലൂടെ പ്രയാണം ആരംഭിച്ച് പോരാട്ടങ്ങളുടെ ഇതിഹാസങ്ങളുടെ കഥകൾ അയവിറക്കുന്ന വയനാടിന്റെ ഓരോ മണൽത്തരികളെയും ഹർഷപുളകമണിയിച്ചുകൊണ്ടിതാ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി, മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് നയിക്കുന്ന ഐതിഹാസികമായ വാക്കത്തോണാണ് ഈ വഴിത്താരിയെ ധന്യമാക്കി മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന മുഴുവൻ ആളുകളും ബാനറിന്റെ പിന്നിലേക്ക് അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു ജാഥ മതി, മുഴുവൻ ആളുകളും ഈ ബാനറിന്റെ പിന്നിലേക്ക് അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്ഷണിക്കപ്പെട്ട അതിഥികളും പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരും ഉദ്യോഗസ്ഥരും നിയമപാലകരും നിയമ വ്യവസ്ഥയിൽ സേവനമനുഷ്ഠിക്കുന്ന മുഴുവൻ ആളുകളും സാധാരണക്കാരും ഒരു മെഴിയായി അണിനിരക്കുന്ന ഐതിഹാസികമായ വാക്കത്തോണാണ് ഈ നഗരത്തിലൂടെ അടിവെച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും അനുമോദനത്തിന്റെ വാടാമലരുകൾ സമർപ്പിച്ചാലും പ്രിയപ്പെട്ടവരെ, മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി, കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് അഴിമതിക്കെതിരെയും അനീതിക്കെതിരെയും സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലുടനീളം നടത്തുന്ന വാക്തോണിന്റെ ഭാഗമായി വയനാട് ജില്ലയിലെ ചരിത്ര നഗരിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിത് ഈ ചരിത്ര ഇതിഹാസങ്ങളുടെ കഥകൾ അയവിറക്കുന്ന പോരാട്ടങ്ങളുടെ ഭൂമിയായ വയനാടിന്റെ മണൽത്തരികളെ ഹർഷപുളകം അണിയിച്ചുകൊണ്ടിത് കടന്നു വരികയാണ്. അഭിവാദ്യങ്ങൾക്കൊക്കെ പ്രത്യഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആദരണീയനായ ശ്രീമാൻ രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐതിഹാസികമായ വാക്തോണിലെ കാണികളായി നിൽക്കുന്ന മുഴുവൻ ആളുകളും പങ്കെടുക്കുക. സമാപന നഗരിയായ പുതിയ ബസ് സ്റ്റാൻഡിന് പരിസരത്ത് നടക്കുന്ന പ്രതിജ്ഞയിൽ, ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയിൽ പങ്കാളികളാവുക. അവിടെയുള്ള പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും ഹാർദമായി വരവേൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ 9 ജില്ലകളിലൂടെ പ്രയാണം ആരംഭിച്ച് 10ാമത്തെ എഡിഷനായിട്ടുള്ള വയനാട് ജില്ലയിലെ നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ടിത് സിന്തറ്റിക്കിൽ രാസലഹരിക്കെതിരെ അഴിമതിയുടെ കറ പുരളാത്ത മുൻ പ്രതിപക്ഷ നേതാവ്, മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീമാൻ രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐതിഹാസികമായ വാക്തോണാണ്. പ്രിയപ്പെട്ടവരെ, എന്നുള്ള ഈ സമൂഹ നടത്തത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഹാർദമായി ക്ഷണിക്കുകയാണ്. ഒരിക്കലിലൂടെ മനുഷ്യരാക്ഷിയുടെ ചിന്തകൾക്ക് അതീതമായി പ്രിയപ്പെട്ടവരെ, ചിന്തകൾക്ക് മേൽ വേദപൂട്ടിടുന്ന മദ്യവും രാസലഹരിയും സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ കൂടപ്പിറപ്പുകളെ പോലും കൊല്ലാൻ മടി കാണിക്കാതെ മനുഷ്യ മസ്തിഷ്കം മരവിച്ചു പോകുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ സിന്തറ്റിക് മയക്കുമരുന്ന് അരുത്, അതിനെ ഞങ്ങൾ അനുവദിക്കില്ല. ക്യാമ്പസുകൾ അനുവദിക്കില്ല, സ്കൂളുകൾ അനുവദിക്കില്ല. നിയമപാലകരോടൊപ്പം ഞങ്ങളുമുണ്ട് എന്ന് പ്രഖ്യാപനം നടത്തിക്കൊണ്ടിതാ വയനാട്ടിലെ മുഴുവൻ ആളുകളും ആഹ്വാനവൃതം ജനങ്ങൾ അണിയിച്ചൊരുക്കുന്ന ഐതിഹാസികമായ വാക്തോണാണ് പ്രിയപ്പെട്ടവരെ പ്രൗഡ് കേരളയുടെ ബാനറിൽ അണിയിച്ചൊരുക്കുന്നത്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും പ്രിയപ്പെട്ടവരെ, കണ്ടു നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ അഭിവാദ്യങ്ങൾക്ക് പ്രത്യഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ടവരെ, നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ടിത് സമൂഹത്തിലെ തിന്മക്കെതിരെ, സിന്തറ്റിക് മയക്കുമരുന്നിനെതിരെ,
മദ്യത്തിനെതിരെ സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച കേരളത്തിന്റെ ജനസമ്മതിതനായ ജനകീയനായ ആദരണീയനായ കാര്യദർശി നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്തോണാണ് ഈ നാടും നഗരവും ഇളക്കി മറച്ചുകൊണ്ട് നൂറുകണക്കിന് സ്റ്റുഡൻസിന്റെ NCC കേഡറ്റുകളുടെ സ്റ്റുഡൻസ് പോലീസിന്റെ സ്കൗട്ടിന്റെ ശിങ്കാരിമേളത്തിന്റെ വാദ്യമേളങ്ങളുടെ ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടുകൂടെ മനോഹരമായ തൂവെള്ള നിറത്തിലുള്ള ടീഷർട്ട് അണിയുന്ന വോളണ്ടിയർമാരുടെ മനോഹരമായ മുന്നേറ്റമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അനുഗ്രഹിച്ച് ആശീർവദിച്ചാലും പ്രിയപ്പെട്ടവരെ, ഇത് മയക്കുമരുന്നിനെതിരെ രാസ ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ്. ഇത് സ്നേഹത്തിന് വേണ്ടിയുള്ള സമൂഹത്തെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തമമാരായ പൗരന്മാരെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള അവകാശ പോരാട്ടമാണ്. ഇതിൽ അണിനിരന്നുകൊണ്ട് മുഴുവൻ ആളുകളും അണിനിരന്നുകൊണ്ട് ഈ പരിപാടിയുടെ സമാപന നഗരിയിലേക്ക് എത്തണമെന്ന് അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഒരു കാലഘട്ടത്തിലെ ഇതിഹാസമായി മാറിയ പ്രിയപ്പെട്ടവരെ, ബ്ലേഡ് മാഫിയകൾ കേരളത്തിൽ തലപൊക്കിയ കാലത്ത് ബ്ലേഡ് മാഫിയകളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങി ക്യാമ്പസുകളിൽ ലഹരി വളർത്തവേ ക്യാമ്പസുകൾ ക്ലീൻ ചീറ്റ് ആക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങി സ്ത്രീകൾക്ക് എതിരെയുള്ള ആക്രമണത്തിനെതിരെ തടയിട്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒട്ടനവധി വിഷയങ്ങൾക്ക് നേതൃത്വം നൽകിയ ആദരണീയനായ രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐതിഹാസികമായ വാക്തോണാണ് ഈ നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ട് രാജവീതിയെ പ്രകമ്പനം അണിയിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഒട്ടനവധി ചരിത്ര ഇതിഹാസങ്ങളുടെ കഥകൾ പറയുന്ന, പോരാട്ടങ്ങളുടെ കഥകൾ പറയുന്ന, വിദേശ ആധിപത്യത്തിനെതിരെ പോരാടിയ കർഷക മക്കളുടെ നാട്ടിലെ, തൊഴിലാളികളുടെ നാട്ടിലെ, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ നാട്ടിലെ, അധ്വാനിക്കുന്ന ജനങ്ങൾ വേർപ്പ് തുള്ളികളെ മുത്താക്കി മാറ്റുന്ന അധ്വാനിക്കുന്ന ജനങ്ങളുടെ നാട്ടിലെ, വയനാട്ടിലെ ആയിരക്കണക്കിന് ആളുകൾ അണിനിരക്കുന്ന ഐതിഹാസികമായ വാക്തോണാണ് ജില്ലാ ആസ്ഥാന നഗരിയായ കൽപ്പറ്റ പട്ടണത്തെ അക്ഷരാർത്ഥത്തിൽ കയ്യിലെടുത്ത് അമ്മാനമാടിക്കൊണ്ട് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും അനുമോദനത്തിന്റെ വാടാമലരുകൾ സമർപ്പിച്ചാലും പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട രമേശ് സീത ആയിരക്കണക്കിന് ആളുകളുടെ അഭിവാദ്യത്തിന് പ്രത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക പ്രിയപ്പെട്ടവരെ. ക്യാമ്പസുകളിലും വീടുകളിലും ഇനി മയക്കുമരുന്ന് അനുവദിക്കില്ല എന്ന പ്രതിജ്ഞയെടുത്തുകൊണ്ട് ആയിരക്കണക്കിന് വയനാട്ടിലെ പോരാളികളായ ഡ്രഗ്സിനെതിരെ പോരാടുന്ന, മയക്കുമരുന്നിനെതിരെ പോരാടുന്ന വോളണ്ടിയർമാർ അണിയിച്ചൊരുക്കുന്ന ഐതിഹാസികമായ വാക്തോണാണ് ശ്രീമാൻ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നിരവധി സാമൂഹിക സാംസ്കാരിക സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ, കായിക താരങ്ങളുടെ നേതൃത്വത്തിൽ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അനുഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ. കേരളം അനുഭവിക്കുന്ന മഹാദുരന്തമായ ലഹരി എന്ന മഹാവിപത്തിനെതിരെ കേരളക്കരയിലെ എല്ലാ ജില്ലകളിലെയും എല്ലാ മേഖലകളിലെയും ആയിരക്കണക്കിന് ആളുകളെ അണിയിച്ചൊരുക്കിക്കൊണ്ട് ജാതിമത രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ അണിനിരത്തിക്കൊണ്ട് ശ്രീമാൻ രമേശ് ചെന്നിത്തല നടത്തുന്ന ഐതിഹാസികമായ പോരാട്ടമാണ് ഈ വഴിത്താരിക ധന്യമാക്കിക്കൊണ്ട് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാക്തോണിൽ അണിനിരക്കുവാൻ മുഴുവൻ ആളുകളെ ഞങ്ങൾ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. കണ്ടു നിൽക്കുന്ന മുഴുവൻ ആളുകളും വാക്തോണിൽ അണിനിരന്നുകൊണ്ട് സമാപന കേന്ദ്രമായ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സജ്ജീകരിച്ച നഗരിയിലേക്ക് എത്തണം. അവിടെ വെച്ച് നടക്കുന്ന ഈ മയക്കുമരുന്നിനെതിരെയും മദ്യത്തിനെതിരെയുമുള്ള പ്രതിജ്ഞയിൽ പങ്കെടുക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇത് നന്മയുടെ പോരാട്ടമാണ്, ഇത് നീതിയുടെ പോരാട്ടമാണ്. നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന, ഭാവി തലമുറയെ നശിപ്പിക്കുന്ന, കുടുംബങ്ങളിൽ കലഹമുണ്ടാക്കുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ അണിനിരന്നുകൊണ്ട് നല്ലവരായ മുഴുവൻ ആളുകളും ആദരണീയനായ രമേശ് ജി നയിക്കുന്ന ഈ വാക്തോണിൽ പങ്കെടുത്തുകൊണ്ട് പരിപാടി വൻ വിജയപ്രദമാക്കണമെന്ന്, ലഹരി മാഫിയകൾക്കെതിരെ ആഞ്ഞടിക്കണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നാളെയുടെ ഏറ്റവും വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന രാസലഹരിക്കെതിരെ അനിവാര്യമായ പോരാട്ടം ഏറ്റെടുത്ത് ആയിരങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഉടനീളം എല്ലാ ജില്ലകളിലും നടത്തുന്ന വാക്തോണിന്റെ വയനാട്ടിലെ എഡിഷനാണ് ഈ വഴിത്താരിക ധന്യമാക്കി മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മത മേലധ്യക്ഷന്മാരുടെയും മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാരുടെയും കലാകായിക രംഗത്തെ പ്രമുഖരെയും
അണിനിരത്തിക്കൊണ്ട് അവരുടെ നേതൃത്വത്തിന് കീഴിൽ അണിയിച്ചൊരുക്കിയ ആയിരക്കണക്കിന് ആളുകളുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന പെൻസിനെതിരെ അണിനിരക്കുന്ന ആയിരക്കണക്കിന് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഐതിഹാസികമായ യാത്രയാണ്. ഇതിൽ രാഷ്ട്രീയമില്ല പ്രിയപ്പെട്ടവരെ. മതസംഘടനയുടെ പിന്തുണയുണ്ട്, രാഷ്ട്രീയക്കാരുടെ പിന്തുണയുണ്ട്. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കീഴിലല്ല. മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള അനീതിക്കെതിരെ, അഴിമതിക്കെതിരെ, മുൻകാലങ്ങളിൽ ബ്ലേഡ് മാഫിയകൾക്കെതിരെ ആഞ്ഞടിച്ച ആദരണീയനായ പ്രിയങ്കരനായ രമേശ് ജി നയിക്കുന്ന ഐതിഹാസികമായ വാക്തോണാണ് നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ട് രാജ്യവിധിയെ പ്രകമ്പനം അണിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ അഭിവാദ്യങ്ങൾക്ക് പ്രത്യഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യവീതിയിലൂടെ ഒട്ടനവധി ചരിത്ര ഇതിഹാസങ്ങളുടെ കഥകൾ പറയുന്ന, പോരാട്ടങ്ങളുടെ കഥകൾ പറയുന്ന, കർഷക മക്കളുടെ, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ വേർപ്പ് തുള്ളികളെ മുത്താക്കി മാറ്റിയവരുടെ കഥകൾ അയവിറക്കുന്ന വയനാടിന്റെ മക്കളുടെ പോരാട്ടമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ട ലഹരി, നമുക്ക് വേണ്ട രാസ ലായനി, നമുക്ക് വേണ്ട രാസവസ്തുക്കളായ സിന്തറ്റിക് രാസ മരുന്നുകൾ നമുക്ക് വേണ്ട. അതിന് നമുക്ക് അനുവദിച്ചുകൂടാ. ഭാവി തലമുറയെ രക്ഷിക്കുന്നതിന് വേണ്ടി, നല്ല തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി, ഉത്തമരായ പൗരന്മാരെ രാജ്യത്ത് വാർത്തെടുക്കുന്നതിന് വേണ്ടി കൈകോർത്തുകൊണ്ട് നെഞ്ചോരം ചേർത്തുകൊണ്ട് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ കൈകോർത്തുകൊണ്ടിതാ മുൻകാലഘട്ടത്തിലെ ഇതിഹാസമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ശ്രീമാൻ രമേശ് ജി നയിക്കുന്ന മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐതിഹാസികമായ വാക്തോണാണ് നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അനുഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ, ആശീർവദിക്കുക. ആയിരക്കണക്കിന് ആളുകളുടെ അഭിവാദ്യത്തിന് പ്രത്യഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, മക്കൾ നന്നാക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടിതാ, അവർക്കുള്ള പ്രത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ടിതാ സമര നായകൻ ശ്രീമാൻ രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐതിഹാസികമായ വാക്തോണാണ്. പ്രിയപ്പെട്ടവരെ, വാക്ക് എഗനിസ്റ്റ് ഡ്രഗ്സ് എന്ന ഈ സമൂഹ നടത്തമാണ് ഈ വഴിത്താരിക ധന്യമാക്കി മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുമോദനത്തിന്റെ വാടാമലരുകൾ സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഒട്ടനവധി ചരിത്ര ഇതിഹാസങ്ങൾ അയവിറക്കുന്ന വയനാടിന്റെ മനമടുക്കുകളിലൂടെ മറ്റൊരു ചരിത്രം കുറിച്ചുകൊണ്ടിതാ തങ്കലിപികളിൽ ഉല്ലേഖനം രേഖപ്പെടുത്തുവാൻ പറ്റിയ മറ്റൊരു ചരിത്ര ഇതിഹാസങ്ങൾക്ക് നാന്ദി കുറിച്ചുകൊണ്ടിതാ പ്രിയപ്പെട്ടവരെ ശ്രീമാൻ രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐതിഹാസികമായ വാക്തോണാണ്. ലഹരിക്കെതിരെ, മയക്ക് മരുന്നിനെതിരെ, മദ്യമാഫികൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടു നിൽക്കുന്നവരുടെ അഭിവാദ്യങ്ങൾക്ക് പ്രത്യഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ട്, വാദ്യമേളങ്ങളുടെ, ബാൻഡ് മേളങ്ങളുടെ, ശിങ്കാരി മേളങ്ങളുടെ, NSSന്റെ, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ അകമ്പടിയോടുകൂടെ വർണ്ണ പകിട്ടാറുന്ന വാക്തോണാണ് നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും അനുമോദനത്തിന്റെ വാടാമലരുകൾ സമർപ്പിച്ചാലും പ്രിയപ്പെട്ടവരെ, രാസലഹരി നമുക്ക് വേണ്ട, മദ്യമാഫിയകളെ നിലക്ക് നിർത്തണം, ഇതിന്റെ വ്യാപനം തടയണം എന്ന ഒറ്റ പ്രതിജ്ഞയോടുകൂടെ തന്നെ ഒരു മനസ്സായി, ഒരു മെയ്യായി വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെയും വിവിധ മതസംഘടനകളുടെയും മേലധ്യക്ഷന്മാരും സംഘടനാ നേതാക്കന്മാരും അണിയിച്ചൊരുക്കിയ, അനുയായികളും അണിയിച്ചൊരുക്കിയ, രാഷ്ട്രീയക്കാരും രാഷ്ട്രീയമില്ലാത്തവരും ആവാലവൃതം അണിയിച്ചൊരുക്കിയ, മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് നടത്തുന്ന ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ നായകൻ, മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി, മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ജി നയിക്കുന്ന ഐതിഹാസികമായ വാക്തോണാണ് ഈ വഴിത്താരിക ധന്യമാക്കി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അനുഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ. കണ്ടുനിന്ന ആയിരങ്ങളുടെ അഭിവാദ്യങ്ങൾക്ക് പ്രത്യഭിവാദ്യം അർപ്പിച്ചുകൊണ്ടിതാ നമ്മുടെ സമരനായകൻ 9 ജില്ലകൾക്ക് ശേഷം 10ാമത് വയനാട് ജില്ലയിൽ എത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. മനുഷ്യരാക്ഷിയുടെ ചിന്തകൾക്ക് മേൽ വേഗപ്പൂട്ടിടുന്ന മദ്യവും രാസലഹരികളും സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ കൂടപ്പിറപ്പുകളെ പോലും കൊല്ലാൻ മടികാണിക്കാതെ മനുഷ്യ മസ്തിഷ്കം മരവിച്ചു പോകുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ സിന്തറ്റിക് മയക്കുമരുന്ന് അടക്കമുള്ള നീരാളി പിടുത്തത്തിൽ നിന്ന് നമ്മുടെ കേരളത്തെ, വിശിഷ്യ വയനാടിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ആവാലവൃതം അണിയിച്ചൊരുക്കിയ ശ്രീമാൻ രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐതിഹാസികമായ വാക്തോണാണ് പിന്നിട്ട വഴിത്താരയിലൂടെ
പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് മണൽത്തരികളെ ഹർഷപുളകം അണിയിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾക്ക് പ്രത്യഭിവാദ്യം അറിയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും പ്രിയപ്പെട്ടവരെ, പ്രൗഡ് കേരള എന്ന ബാനറിൽ, പ്രൗഡ് കേരള എന്ന സംഘടനയ്ക്ക് കീഴിൽ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള ആയിരക്കണക്കിന് ആളുകൾ അണിനിരക്കുന്ന ഐതിഹാസികമായ സമര സന്ദേശ അവബോധ യാത്രയാണ്. പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് ആളുകളുടെ സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അഭിവാദ്യങ്ങൾക്ക് പ്രത്യഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സമാപന കേന്ദ്രമായ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സജ്ജീകരിച്ച നഗരിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആയിരങ്ങൾ അണിനിരക്കുന്ന പ്രതിജ്ഞയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി, അവിടെ നടക്കുന്ന പ്രസംഗങ്ങൾ ശ്രവിക്കുന്നതിന് വേണ്ടി നല്ലവരായ മുഴുവൻ ആളുകളും ഈ യാത്രയ്ക്ക് പിന്നിൽ അണിനിരക്കണമെന്ന് വിനീപുരസനം അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യരാക്ഷിയുടെ ചിന്തകൾക്ക് മേൽ വേഗപ്പൂട്ടിടുന്ന മദ്യവും രാസലഹരികളും സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ കൂടപ്പിറപ്പുകളെ പോലും കൊല്ലാൻ മടി കാണിക്കാതെ മനുഷ്യ മസ്തിഷ്കം മരവിച്ചു പോകുന്ന രാക്ഷസന്മാരായി മാറുന്ന ഒരു യുവതലമുറയെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി സിന്തറ്റിക് രാസ വസ്തുക്കൾക്കെതിരെ, മയക്കുമരുന്നിനെതിരെ സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് നടത്തുന്ന മുൻ കാലങ്ങളിൽ ബ്ലേഡ് മാഫിയകളെ അമർച്ച ചെയ്യാൻ മുന്നിട്ടിറങ്ങിയ പ്രഗത്ഭനായ മുൻകാല ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുൻകാല പ്രതിപക്ഷ നേതാവുമായ ആദരണീയനായ ശ്രീമാൻ രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐതിഹാസികമായ വാക്തോണാണ് പിന്നിട്ട വഴിത്താരിയിലെ സ്നേഹോഷ്മളമായ സ്നേഹ അഭിവാദ്യങ്ങൾക്ക് പ്രത്യഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേരളക്കരയിലെ മദ്യമാഫിയകളെ അവരെ നിലയ്ക്ക് നിർത്തുന്നതിന് വേണ്ടി അവരെ ക്യാമ്പസുകളിലും കുടുംബത്തിലും നിലനിർത്താൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആദരണീയനായ രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐതിഹാസികമായ വാക്തോണാണ് പിന്നിട്ട വഴിത്താരിയിലെ സ്നേഹോഷ്മളമായ അഭിവാദ്യങ്ങൾക്ക് പ്രത്യഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യരാശിയുടെ ചിന്തകൾക്ക് മേൽ വേഗപ്പൂട്ടിടുന്ന മദ്യവും രാസലഹരിയും സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ കൂടപ്പിറപ്പുകളെ പോലും കൊല്ലാൻ മടി കാണിക്കാത്ത മനുഷ്യത്വം മസ്തിഷ്കം മരവിച്ചു പോകുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ആ നീരാളിപ്പിടുത്തത്തിനെതിരെ, ആ രാക്ഷസന്മാർക്കെതിരെ സന്ധിയില്ല സമരം പ്രഖ്യാപിച്ചുകൊണ്ട് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവും ബ്ലേഡ് മാഫിയകളെ പോലും അമർച്ച ചെയ്ത ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ നായകൻ ആദരണീയനായ രമേശ് ജി നയിക്കുന്ന ഐതിഹാസികമായ വാക്തോണാണ്. പ്രിയപ്പെട്ടവരെ, വാക്ക് എഗനിസ്റ്റ് ടെക്സ് എന്ന സമൂഹ നടത്തമാണ് പിന്നിട്ട വഴിത്താരിയെ ധന്യമാക്കി മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും അനുമോദനത്തിന്റെ വാടാമലകൾ സമർപ്പിച്ചാലും പ്രിയപ്പെട്ടവരെ, കേരളം അനുഭവിക്കുന്ന മഹാദുരന്തമായ ലഹരി എന്ന മഹാവിപത്തിനെതിരെ കേരളക്കരയിലെ എല്ലാ ജില്ലകളിലെയും സമൂഹത്തിലെ എല്ലാ മേഖലയിലെ ജനങ്ങളെയും അണിയിച്ചൊരുക്കിക്കൊണ്ട് സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, സാമുദായിക, ആത്മീയ, കലാകായിക രംഗങ്ങളിലെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ജാതി മത രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ അണിയിച്ചൊരുക്കൊണ്ട് ആയിരങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശ്രീമാൻ രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐതിഹാസികമായ പോരാട്ടമാണ് പ്രിയപ്പെട്ടവരെ വാക്ക് എഗനിസ്റ്റ് ഡ്രഗ്സ്. കേരളത്തിലെ കലാലയങ്ങളെയും കുടുംബ ജീവിതത്തെയും സ്വൈര്യം കെടുത്തുന്ന സൗരജീവിതം തകർക്കുന്ന നാളെയുടെ ഏറ്റവും വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലഹരിക്കെതിരെ അനിവാര്യമായ പോരാട്ടം ഏറ്റെടുത്ത് നയിക്കുന്ന ആയിരങ്ങളെ അണിനിരത്തിക്കൊണ്ട് നടത്തുന്ന പോരാട്ടത്തിന്റെ ഭാഗമായി നടക്കുന്ന വാക്തോണാണ്. കൽപ്പറ്റയിലെ മണ്ണും മനസ്സും രോമാഞ്ചമണിയിച്ചുകൊണ്ട് ഈ രാജവീതിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താന്റെയും വീര കേരളവർമ്മ പഴശ്ശിരാജയുടെയും പോരാട്ട വീര്യങ്ങൾ കൊണ്ട് ഹർഷപുളകമണിത വയനാടിന്റെ മണൽത്തരികളെ പോരാട്ടത്തിന്റെ മറ്റൊരു എഡിഷനിലേക്ക് മാറ്റിക്കൊണ്ട് അത് അനീതിക്കെതിരെയും അക്രമത്തിനെതിരെയും രാസലഹരിക്കെതിരെയുമായിട്ടുള്ള പോരാട്ടത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇതിന്റെ പ്രതിജ്ഞ, ആയിരങ്ങൾ അണിനിരക്കുന്ന പ്രതിജ്ഞ അല്പസമയത്തിനകം തന്നെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തിൽ നിന്ന് എടുക്കുമ്പോൾ മുഴുവൻ ആളുകളും ഇതിൽ പങ്കുചേരണമെന്ന് സമൂഹത്തെ സ്നേഹിക്കുന്ന, പുതുതലമുറയെ ഇഷ്ടപ്പെടുന്ന, കുട്ടികളെ സ്നേഹിക്കുന്ന, ഭാവി തലമുറയെ നല്ലൊരു തലമുറയായി വാർത്തെടുക്കാൻ, നല്ലൊരു ഉത്തമ പൗരന്മാരായി വാർത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഈ വാക്തോണിലേക്ക് ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ രാസലഹരിക്കെതിരെയുള്ള വാക്തോണാണ് പ്രിയപ്പെട്ടവരെ. വയനാടിന്റെ മലമടക്കുകളിലൂടെ
കടന്നു വരുന്നത്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും അനുമോദനത്തിന്റെ വാടാമരകൾ സമർപ്പിച്ചാലും പ്രിയപ്പെട്ടവരെ, പിന്നിട്ട വഴിതാരിയിലെ ഓരോ മണൽത്തരികളെയും ഹർഷബളകമണിയിച്ചുകൊണ്ട് കണ്ടു നിൽക്കുന്ന ആയിരങ്ങളുടെ അഭിവാദ്യങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ മുൻകാലത്തെ പ്രഗത്ഭനായ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവുമായ ബ്ലേഡ് മാഫിയകളെ കയ്യാമം വെച്ച് നടത്തിച്ച ബ്ലേഡ് മാഫിയകൾക്ക് അറുതി വരുത്തിയ രമേശ് ചെന്നിത്തല ഇനി രാസലഹരിക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് സ്റ്റുഡൻസുകൾ, യുവജനങ്ങൾ അണിയിച്ചൊരുക്കിയ, സാധാരണക്കാർ, ആവാലവൃദ്ധം ജനങ്ങൾ അണിയിച്ചൊരുക്കിയ മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ട വാക്തോണാണ് ഈ പിന്നിട്ട വഴിതാരികിലെ ആയിരങ്ങളുടെ ആശീർവാദങ്ങൾക്ക് പ്രത്യാഭിവാദ്യം അർപ്പിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും അനുമോദനത്തിന്റെ വാടാമരകൾ സമർപ്പിച്ചാലും പ്രിയപ്പെട്ടവര്, ഇത് സമൂഹത്തിന്റെ തിന്മക്കെതിരെയുള്ള, രാസലഹരിക്കെതിരെയുള്ള, നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്നവർക്കെതിരെയുള്ള പോരാട്ടമാണ്. ഇതിൽ രാഷ്ട്രീയമില്ല, രാഷ്ട്രീയ ഭേദമന്യേ ആയിരങ്ങൾ അണിനിരക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ പോരാട്ട വീതികളിൽ ബ്ലേഡ് മാഫിയകളെ അടിച്ചമർത്തിയ ഒരു കാലഘട്ടത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന മുൻ പ്രതിപക്ഷ നേതാവായ ശ്രീമാൻ രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐതിഹാസികമായ രാസലഹരിക്കെതിരെയുള്ള സമര പോരാട്ട മാരത്തോണാണ് ഈ വൈത്താരിയെ ധന്യമാക്കി മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാക്തോണിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവർ
സഭയ്ക്ക് ക്യാബിനറ്റിലൊക്കെ മൺമറഞ്ഞുപോയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വം കൊടുക്കുമ്പോൾ കേരള നിയമസഭയിൽ അന്ന് ഈ ഭാവി കേരളത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ചില തീരുമാനങ്ങൾ എടുത്തു. ഒന്ന്, നമ്മുടെ കൊച്ചു കേരളത്തിലെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ, സുചിത്ര കേരളം എന്ന് പറയുന്ന നമ്മുടെ കേരളം കൊച്ചു സംസ്ഥാനത്തെ, ഐക്യ കേരളം എന്ന് പറഞ്ഞ നമ്മുടെ പൂർവികർ വിളിക്കപ്പെട്ട നമ്മുടെ കേരളത്തെ മദ്യ ലഹരി മാഫിയകൾ വിഴുങ്ങുന്നു എന്ന് നമ്മുടെ കൊച്ചു കുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസുകളടക്കം വളയുന്നു എന്ന് കണ്ടപ്പോൾ പ്രതിരോധമാണ് ലഹരിക്കെതിരായിട്ടുള്ളത്. രമേശ് ചെന്നിത്തല ഇതിനെതിരായി ആഹ്വാനം ചെയ്തപ്പോ കേരളത്തിലെ 10 ജില്ലകളിൽ ഒരു സർക്കാർ ചെയ്യുന്നതിനപ്പുറമായിട്ടുള്ള സാമൂഹ്യ ധർമ്മമാണ് അദ്ദേഹം ഈ വലിയ പ്രവർത്തനത്തിലൂടെ നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ കൽപ്പറ്റ നഗരത്തിലേക്ക് ഹൃദയസമക്ഷം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ആകർഷണീയമായ രീതിയിൽ അതിനെ പ്രയോഗവൽക്കരിക്കാൻ ഇന്ന് കാലത്ത് കണ്ണൂരായി ഓരോ ജില്ലകളിലൂടെ പ്രയാണം ചെയ്ത് അവിടെ മുഴുവൻ ഇതിന്റെ പ്രതിജ്ഞയെടുത്ത് ഇതിനെതിരായിട്ടുള്ള സന്ദേശം പകർന്ന് ലഹരി നമ്മുടെ സമൂഹത്തിൽ കാർന്നു തിന്നുന്ന ക്യാൻസറിനെതിരായിട്ടുള്ള ജനാധിപത്യ സാമൂഹ്യ പ്രതിരോധത്തിന്റെ കാവലാളായി രമേശ് ചെന്നിത്തല ഈ പരിപാടിയിലൂടെ മാറുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമായ വസ്തുതയാണ്.
ഏറെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി പ്രിയ നേതാവിനെ ഇതിന്റെ സന്ദേശം പകർന്നു നൽകാൻ, ഇതിന്റെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാൻ ആദരപൂർവ്വം ക്ഷണിക്കുക. പ്രിയപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ, കൽപ്പറ്റയുടെ ജനപ്രിയനായ MLA ശ്രീ ടി സിദ്ദീഖ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ ND അപ്പച്ചൻ, മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അഹമ്മദ് ഹാജി, സുൽത്താൻ ബത്തേരിയുടെ ജനകീയ MLA ശ്രീ IC ബാലകൃഷ്ണൻ, ബ്രഹ്മകുമാരീസിന്റെ പ്രതിനിധിയായി എത്തിയിരിക്കുന്ന സുജന സിസ്റ്റർ, അതും അമൃതാനന്ദമയി മഠത്തിൽ നിന്ന് അതിന്റെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്ന രാജൻ, പ്രിയപ്പെട്ട സജി ജോസഫ് MLA, ഇരിക്കൂറിന്റെ MLA, എന്റെ ആത്മാർത്ഥ സുഹൃത്തും പത്മശ്രീ ജേതാവുമായ ശ്രീ രാമൻജി അവറുകൾ, പ്രിയപ്പെട്ട KPCCയുടെ ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല, പ്രിയങ്കരനായ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട മാനന്തവാടിയുടെ പ്രിയങ്കരനായ ശ്രീ അഷ്റഫ്, പ്രിയപ്പെട്ട മുൻ മന്ത്രി എന്റെ സുഹൃത്തു കൂടിയായ PK ജയലക്ഷ്മി ഉൾപ്പെടെയുള്ള ഈ ബ്ലോക്ക് കേരളയുടെ ചെയർമാൻ ശ്രീ മലയങ്കീർ വേണുഗോപാൽ, ഡോക്ടർ ശ്രീ മത്സരൻ, കൽപ്പറ്റയുടെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ഐസക്, പ്രിയങ്കരനായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KL പൗലോസ്, ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാർ അടക്കമുള്ള CMA ജോസഫ് അടക്കം ഈ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, 10ാമത്തെ ജില്ലയിലാണ് പ്രൗഡ് കേരളയുടെ നേതൃത്വത്തിലുള്ള ലഹരിക്കെതിരെയുള്ള ജനകീയ മുന്നേറ്റം സംഘടിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ ആരാധ്യനായ കണ്ണൂരിന്റെ ബിഷപ്പ് അലക്സ് വടക്കുംതല അദ്ദേഹമാണ് കണ്ണൂരിലെ ജാഥ ഉദ്ഘാടനം ചെയ്തത്. സമാപന സമ്മേളനം കേരളത്തിന്റെ കഥാകാരൻ ശ്രീ T പത്മനാഭനാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതിനകത്ത് നിങ്ങൾ നോക്കുക, വിവിധ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇതിൽ പങ്കെടുക്കുകയാണ്. എല്ലാ പാർട്ടിക്കാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പലയിടത്തും ഇടതുപക്ഷ MLA മാർ പങ്കെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ഈ ദൌത്യത്തെ പരസ്യമായി അഭിനന്ദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി മന്ത്രിമാർ അവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് ഈ ദൌത്യത്തെ അംഗീകരിച്ചിട്ടുണ്ട്. ഈ ദൌത്യം കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി കേരളത്തെ കീഴടക്കാൻ ശ്രമിക്കുന്നു. ലഹരിയുടെ അടിവേരവക്കാൻ 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, സർക്കാർ സംവിധാനം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകണം. രണ്ടാമത്തേത്, കേരളത്തിലെ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കടത്തിവിടണം. ആ ആംബുലൻസ് ദയവായി അപ്പോൾ ജനങ്ങളിൽ ലഹരിക്കെതിരായിട്ടുള്ള അവബോധം വർദ്ധിപ്പിക്കണം. നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ജനകീയമായ പ്രതിരോധമാണ് സംഘടിപ്പിക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരിന് അഭ്യർത്ഥന, ഈ ലഹരിയുടെ വേരൊഴുക്കാൻ സർക്കാർ മുന്നോട്ട് വരണം എന്നുള്ളതാണ്. ഇന്ന് കേരളം ഒരു കൊളംബിയായി മാറാൻ പാടില്ല, ഒരു പഞ്ചാബായി മാറാൻ പാടില്ല. നമ്മുടെ കുട്ടികൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് തടയണം. രാസലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും സംസാരിക്കുന്നില്ല. ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി T സിദ്ദീഖ് MLA-യും IC ബാലകൃഷ്ണനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ND അപ്പച്ചനും ജില്ലാ പ്രസിഡന്റ്
ജില്ലാ കമ്മിറ്റിയുടെ ഇതിന്റെ കൺവീനർ ശ്രീ അഷ്റഫും ഉൾപ്പെടെ PP അലി, എന്റെ ആത്മഹത്യ സുഹൃത്താണ് PP അലി, അതോടൊപ്പം തന്നെ ശ്രീ ഐസക്, പ്രിൻസിപ്പൽ ചെയർമാൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ്, ശ്രീ MA ജോസഫ് അടക്കമുള്ള എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ കൊടുത്ത് ആദരിച്ച ശ്രീ രാമനെ എന്റെ ഈ ഷാൾ അറിയിച്ച് ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. അതിന് പ്രതിജ്ഞ എല്ലാവരും കൈ മുന്നോട്ടാക്കി പ്രതിജ്ഞ. ലഹരി വിരുദ്ധ പ്രതിജ്ഞ. മനുഷ്യ സമൂഹത്തെ നശിപ്പിക്കുന്ന ദുരന്തമാണ് മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും വ്യാപനമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഒരു വ്യക്തിയുടെ മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തെയും മാത്രമല്ല കുടുംബത്തെയും സമൂഹത്തെയും അത് നശിപ്പിക്കുന്നു. എന്റെ സമൂഹം എല്ലാവിധ ലഹരി വസ്തുക്കളുടെയും നീരാളിപ്പിടുത്തത്തിൽ നിന്ന് വീഴാതിരിക്കാൻ ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കും. ലഹരിയുടെ വ്യാപനം തടയാൻ ശക്തമായി പോരാടും. ജീവിതത്തെക്കാൾ വലിയ ലഹരിയില്ല. സൃഷ്ടിക്കാൻ ലഹിതമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഭാരത് മാതാ കീ, ഭാരത് മാതാ കീ, ഭാരത് മാതാ കീ. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ബ്രഹ്മകുമാരീസ് സ്ഥാപനത്തിന്റെ മേധാവി കൂടിയായി നമ്മുടെ എല്ലാ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ബ്രഹ്മകുമാരി സുജന സിസ്റ്റർ ആദരപൂർവ്വം ക്ഷണിക്കും. ഓം ശാന്തി. നമുക്കറിയാം, ലഹരി ഉപയോഗം എന്ന സമൂഹത്തിന് മഹാവിപത്താണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രൗഡ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ബഹുമാനപ്പെട്ട മുൻ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല സാർ നയിക്കുന്ന ഈ വാക്ക് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന ലഹരി വിരുദ്ധ റാലി മുഴുവൻ കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടില് ഇന്ന് വളരെ വിജയകരമായി അത് നടന്നു. വളരെയധികം സന്തോഷമുണ്ട്. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ഏകതയോടുകൂടി തന്നെ ഈ ഒരു സംരംഭത്തിന് അത് വിജയിപ്പിക്കാൻ വേണ്ടി വളരെയധികം സഹകരിച്ചു. തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ ലഹരി ഉപയോഗത്തിനാകണം അതിന്റെ ശരിയായ തിരിച്ചറിവ്, ബോധവൽക്കരണം ഓരോ മനുഷ്യ മനസ്സിനും ഉണ്ടായിരിക്കണം. പക്ഷെ തിരിച്ചറിവ് മാത്രമല്ല, ബോധവൽക്കരണം മാത്രമല്ല, അതിനെ പ്രായോഗികമാക്കാൻ വേണ്ടിയുള്ള മനക്കരുത്തും കൂടി ആവശ്യമാണ്. ഏതൊരു മനുഷ്യനെയും ആസക്തിയാണ് അല്ലെങ്കിൽ ഇച്ഛകളാണ് ഈ ലഹരിക്ക് അടിമയാക്കി മാറ്റുന്നത്. എവിടെയാണ് ഇച്ഛയുള്ളത്, ആസക്തിയുള്ളത്, അവിടെ നമ്മൾ എല്ലാത്തിനും അധീനമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം വേണ്ടത് മനക്കരുത്താണ്. എല്ലാ ഇച്ഛകളെയും ആസക്തികളെയും മറികടക്കാനുള്ള മനോധൈര്യമാണ് ആദ്യം തന്നെ കൈവരിക്കേണ്ടത്. എല്ലാ ലഹരികളെക്കാളും ഉപരിയാണ് യഥാർത്ഥത്തില് മനസ്സിന്റെ ശാന്തിയുടെ, സമാധാനത്തിന്റെ, മനസ്സുഖത്തിന്റെ ആത്മീയ ലഹരി. ഒരു മനുഷ്യൻ ആദ്യം അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ലഹരിക്ക് അടിമയാകാതെ അതിന്റെ ആ ഒരു വിധേയത്വത്തിൽ നിന്ന് മുക്തമാകാൻ വളരെ സഹജമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്താണെങ്കിലും ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല സർ നയിക്കുന്ന ഈ ഒരു മുന്നേറ്റത്തിന്, അതിശക്തമായ ജനകീയ മുന്നേറ്റത്തിൽ പങ്കുചേരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട രമേശ് സാറിന് നന്ദി. എല്ലാ രാഷ്ട്രീയ പ്രമുഖ നേതാക്കന്മാർക്കും എന്റെ ആത്മീയ സഹോദരി സഹോദരന്മാർക്കും ഈശ്വരന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഓം ശാന്തി. ഇനി ഈ സമ്മേളനം അധിക സമയം നീട്ടിക്കൊണ്ടു പോകുന്നില്ല.
എല്ലാ മാന്യതകളും വിശിഷ്ട വ്യക്തികളും ഓരോ വാചകത്തിൽ ഏതാനും വാക്കുകളിൽ സന്ദേശം നൽകണമെന്ന് ആദരപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീമാൻ കെ അഹമ്മദ് അലി. ഈ പരിപാടിയുടെ നായകൻ ബഹുമാന്യനായ രമേശ് ചെന്നിത്തല അടക്കമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ടവരെ, കേരളത്തെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ബഹുമാന്യനായ രമേശ് ചെന്നിത്തല നടത്തപ്പെടുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വയനാടിനെ സംബന്ധിച്ചിടത്തോളം പ്രൗഢഗംഭീരമായി ഇന്നിവിടെ സമാപിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളം മദ്യലഹരിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് തീർത്തും ഒരു ജനാധിപത്യ വിശ്വാസികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യനായ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിൽ അദ്ദേഹം നടത്തുന്ന ഏറ്റവും മഹത്തായ ഒരു പരിപാടിയായി ഇതിനെ നോക്കിക്കാണുകയും നമുക്കൊക്കെ അദ്ദേഹത്തിന്റെ ഈ പരിധിയോട് അണിയേറാൻ കഴിഞ്ഞതിൽ സന്തോഷവും താഴ്വാർത്തവും പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് രമേശ് ചെന്നിത്തലയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ എൻ ഡി അപ്പച്ചൻ എക്സ്എംഎൽഎ. ഒരു പ്രിയങ്കരനായ യോഗത്തിന്റെ അധ്യക്ഷൻ കൽപ്പറ്റ MLA അഡ്വക്കേറ്റ് സുപ്രീം കോടതികളെ, ഈ വാക്കത്തോൺ യാത്ര സംഘടിപ്പിച്ചുകൊണ്ട് 10ാമത്തെ ജില്ലയായ വയനാട് ജില്ലയിൽ മദ്യത്തിനും ലഹരിക്കും രാഷ്ട്രലഹരിക്കുമെതിരെ ശക്തമായ ഒരു പോരാട്ടം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേരളത്തിലെ പ്രിയങ്കരനായ നമ്മുടെ നേതാവ്, മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഒരു പ്രതിപക്ഷ നേതാവ്, എല്ലാവരും പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന രമേശ് ചെന്നിത്തല നയിക്കുന്ന ഈ ജാഥ എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ട് ഈ സമൂഹം നേരിടുന്ന വലിയൊരു വിപത്തിനെതിരെ അദ്ദേഹം ശക്തമായി നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ രാജ്യത്ത് വളർന്നു വരുന്ന തലമുറയെ മദ്യത്തിൽ നിന്നും രാഷ്ട്രലഹരിയിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഈ സംരംഭവുമായി അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളത്. കാലാകാലങ്ങളിൽ KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്തും യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലും NSUവിന്റെ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലും പൊതുസമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരെയും ആകർഷിക്കപ്പെടുന്ന വിധത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കാലത്തിന്റെ ഒരു ആവശ്യം, കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. കൈമാറുന്ന സാഹചര്യം, കുട്ടികളെ അനുഭവപ്പെടുന്ന സാഹചര്യം, ആ സാഹചര്യത്തിൽ നിന്ന് വരും തലമുറയെ രക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ നമ്മുടെ സംസ്ഥാനത്ത് സാധാരണക്കാരായ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ ജീവിതം പൂർണ്ണമായും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരവസരം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാന്യനും പ്രിയങ്കരനുമായ ശ്രീ രമേശ് ചെന്നിത്തലജി നയിക്കുന്ന ഈ ജാഥ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഞാൻ സന്ദർഭത്തിൽ വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഇന്ന് അഭിവാദ്യം അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ യാത്ര അത് തിരുവനന്തപുരത്തെത്തുമ്പോൾ അത് വലിയൊരു കൊടുങ്കാറ്റായി മാറി ഈ നാട്ടിന് വലിയ സന്ദേശമായി എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും ഉണ്ടെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ബഹുമാന്യനായ പത്മശ്രീ രാമൻ അവറുകൾ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഈ ജാഥ നയിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും, ഒപ്പം തന്നെ ഈ ജാഥയുടെ ലീഡറായ രമേശ് ചേട്ടനും വളരെ സ്നേഹത്തിൻ്റെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് 1-2 വാക്കുകൾ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് സംസാരിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ പോവുകയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ മിക്ക കുട്ടികളും കോളേജിൽ ഇഷ്ടം പോലെ പിള്ളേർ വരാറുണ്ട്, എല്ലാ ദിവസവും വരാറുണ്ട്. ആ പിള്ളേർ വരുമ്പോൾ ഞാൻ ആദ്യമായി ചോദിക്കുന്നത്, നിങ്ങളുടെ കോളേജിൻ്റെ കോമ്പൗണ്ടിൽ ലഹരികൾ കയറ്റാറുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം.
ഞാൻ പറയുന്നു, നമ്മളുടെ ഈ കൊറോണ പോലുള്ള ഈ വസ്തുവിനെ എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം ഇതിനെ തള്ളിക്കളയാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. അത് എങ്ങനെ തള്ളണം, ഏത് രൂപത്തിലായിരിക്കണം എന്ന് ഇപ്പൊ ഞാൻ പറയാൻ തയ്യാറില്ല. സമയമില്ല. സമയം കിട്ടുകയാണ്. തീർച്ചയായും നാം എല്ലാവരും ഒത്തുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായും ലഹരിയെ നമ്മൾ കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ സാധിക്കും എന്ന 100% ഞാൻ വിശ്വസിക്കുന്നു. അതിന് നമ്മൾ ഈ രൂപത്തിലല്ല, അതിനെ മറ്റു തരത്തിൽ പല വിധത്തിലും നമ്മൾ നേരിടേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ നേരിടുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ വിപത്തിനെ കേരളത്തിൽ നിന്ന് മാറ്റാൻ സാധിക്കും എന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ രമേശ് ഏട്ടൻ നയിക്കുന്ന ഈ മഹത്തായ ഈ നീരാളിപ്പിടുത്തത്തെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന സന്ദേശവുമായി പോകുന്ന എന്റെ പ്രിയപ്പെട്ട രമേശ് ഏട്ടന് എല്ലാവിധ ആരോഗ്യവും ആയുസ്സും നൽകണം എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് തന്നിട്ടുള്ള ഈ 2 വാക്ക് സംസാരിക്കാൻ അനുവാദം തന്നിട്ടുള്ള എല്ലാ സംഘാടകർക്കും, പ്രത്യേകിച്ചും രമേശ് ഏട്ടന്. കാരണം രമേശ് ഏട്ടന്റെ പറയാൻ കാരണം, രമേശ് ഏട്ടന്റെ മണ്ഡലത്തില് അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ മണ്ഡലത്തില് ഒരു നിറപുത്തരി നടത്തി. ആ നിറപുത്തരിക്ക് അദ്ദേഹം എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ ആ നിറപുത്തരിക്ക് അത് പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അന്ന് കാലത്ത് മുതൽ രമേശ് ഏട്ടനുമായി ഞങ്ങൾ ബന്ധമുണ്ട്. മാത്രമല്ല എല്ലാ സുഹൃത്തുക്കളുമായി എനിക്ക് ബന്ധമുണ്ട്. ഇപ്പം ബന്ധമില്ലാത്തവിടെ ആരും തന്നെ സ്റ്റേജിലില്ല. എല്ലാവരുമായി നല്ല ബന്ധമുള്ള ഒരാളായി. എനിക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിലും അതിനൊക്കെ ഓരോ ദിവസവും എങ്ങനെയാണ് സമീപിക്കേണ്ടത്, ഏത് രാജ്യത്തിൽ, ഏത് രൂപത്തിൽ, ഏത് ഭാവത്തിൽ സമീപിക്കണം എന്ന കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പ്രവർത്തനവും എൻ്റെ വിത്തുകളും എൻ്റെ കൃഷിയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടുത്തെ സ്വീകരണത്തിൽ നന്ദി പ്രകാശനം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനായ ശ്രീ സജി ജോസഫ് MLA, ഏറ്റവും അഭിവന്ദ്യരായ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട വയനാട്ടിലെ നല്ലവരായ സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, ബഹുമാന്യനായ കേരളത്തിൻ്റെ ജനകീയനായ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ് എന്ന മഹത്തായ ചരിത്രപരമായ ഒരു മുന്നേറ്റമാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടന്നു വരുന്നത്. വളരെ അഭിമാനത്തോടെ പറയട്ടെ, ഇന്ന് രാവിലെ കണ്ണൂരിൽ ഈ പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാൻ എനിക്ക് സാധിച്ചു. ആഭാരവൃദ്ധം ജനങ്ങൾ ജീവിതത്തിൻ്റെ നാനാ മേഖലയിൽ നിന്നുള്ള ജാതിമത രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ കേരളീയരെയും ഒരുമിച്ചണിനിരത്തുന്ന, ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും അത്യപൂർവമായ ഒരു മുന്നേറ്റമാണ് ശ്രീ രമേശ് നയിക്കുന്ന ഈ യാത്ര. ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ നാടിനെ ലഹരിയിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഈ പോരാട്ടം ചരിത്രത്തിൽ സ്ഥാനം പിടിക്കും. അതിന് ഒപ്പം ചേരാൻ നമുക്ക് കഴിയട്ടെ. ഈ ആഹ്വാനം ഏറ്റെടുത്ത് ഓരോ ഗ്രാമങ്ങളിലേക്കും, ഓരോ വീടുകളിലേക്കും, ഓരോ മനുഷ്യരിലേക്കും ഈ യാത്ര തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് വയനാട് ജില്ലയിലെ സംഘാടകരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി രമേശ് ജിക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അങ്ങ് തുടരുന്ന ജനപക്ഷത്തു നിന്നുകൊണ്ടുള്ള ഈ പോരാട്ടങ്ങൾ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ജയ്. മുനിസിപ്പൽ ചെയർമാൻ ബഹുമാന്യനായ ശ്രീമൻ ഐസക്. ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ നായകൻ ബഹുമാനായ മുൻ ആഭ്യന്തര മന്ത്രിയും കോൺഗ്രസിന്റെ സമന്വിതനായ നേതാവുമായ ശ്രീ രമേശ് ചെന്നിത്തല, ഈ പരിപാടിയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, ഒരു വലിയ കൂട്ടായ്മയാണ് കൽപ്പറ്റയിൽ നടന്നത്. വർത്തമാനകാല സാമൂഹിക ജീവിതത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട്
ഗവൺമെന്റ് സർക്കാർ തലത്തിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നടത്തിയതിനേക്കാളൊക്കെ വലിയ ഒരു മുന്നേറ്റമായി ഇതിന് കേരളത്തിൽ മാറാൻ സാധിച്ചു. കൽപ്പറ്റയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷമാണ്. ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കുലർ അയക്കുകയും അവരോട് പണം ചെലവഴിക്കാൻ പറഞ്ഞ് ക്യാമ്പയിൻ നടത്തുന്നതിനേക്കാളൊക്കെ വലിയൊരു പ്രചരണമായി ഇത് മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല നയിക്കുന്ന ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് നഗരസഭാ ചെയർമാൻ എന്ന നിലയിലുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അമൃതാനന്ദമയി മഠത്തിന്റെ പ്രതിനിധി ശ്രീ രാജൻ വെൺമണി. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ സിദ്ദിഖ് ജി, ഈ ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ കേരളത്തിന്റെ മുൻ ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ ശ്രീ ആദരണീയനായ രമേശ് ചെന്നിത്തല, അതുപോലെ MLA ബാലകൃഷ്ണ അവർകൾ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, കൽപ്പറ്റയിലെ സഹോദരി സഹോദരന്മാരെ, ഇന്നിവിടെ നടന്ന പ്രൗഢ കേരളയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടന്ന ഈ ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ എല്ലാവിധ പിന്തുണയും അഭിനന്ദനങ്ങളും ആദ്യമേ അറിയിക്കട്ടെ. ഒരു വാക്കുകൂടി പറഞ്ഞു നിർത്തുകയാണ്. നമ്മൾ ഇത്തരം ലഹരി വിരുദ്ധ സന്ദേശയാത്രകൾ നടത്തുമ്പോൾ ഞാൻ ഓർക്കുന്നത്, സൂര്യതാപമേറ്റ് വാടിയിരിക്കുന്ന വൃക്ഷത്തിന്റെ ഇലകളിൽ നമ്മൾ വെള്ളമൊഴിച്ചതുകൊണ്ട് അതിന് ശരിയായ ഗുണം കിട്ടുമോ? കുറച്ചെങ്കിലും ഗുണം കിട്ടും, പക്ഷെ നമ്മൾ ചുവട്ടിലാണ് ഒഴിക്കേണ്ടത്. നമ്മൾ ഈ ലഹരി വിരുദ്ധ യാത്ര സംഘടിപ്പിച്ച് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കുക, എന്താണ് നമ്മുടെ കേരള സമൂഹത്തിന് വളരെ ചെറിയ കാലം കൊണ്ടാണ് MDMA പോലുള്ള ഈ ലഹരി നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിലും യുവജന സമൂഹത്തിലും പടർന്നു പിടിച്ചത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആഴത്തിൽ ചിന്തിക്കണം. നമ്മുടെ ഇവിടത്തെ ഭരണ നേതൃത്വം, ഇന്നലെ ഭരിച്ചവർ ഇവിടെയുണ്ട്, നാളെ ഭരിക്കാൻ പോകുന്നവരിവിടെയുണ്ട്. അതുകൊണ്ട് ഭരണകൂടത്തിന്റെ ശ്രദ്ധയിലേക്കും ഞാൻ പറയുകയാണ്, നമ്മുടെ മൂല്യങ്ങൾ നമ്മൾ സംരക്ഷിക്കപ്പെടാതെ പോയതുകൊണ്ടും ധർമ്മബോധത്തിൽ അടിയുറച്ച ഒരു ജീവിതചര്യയിൽ നിന്ന് നമ്മൾക്ക് മാറേണ്ടി വന്നതുകൊണ്ടുമാണ് നമ്മള് ഇന്ന് സമൂഹത്തിൽ നാല് ചുട്ടരിക്കൽ സമരവും അതുപോലെ ചുംബന സമരങ്ങളൊക്കെ ഇവിടെ നടത്തപ്പെടുന്നത് ഈ മൂല്യച്യുതിയുടെ ഭാഗമാണ്. അപ്പോൾ ആധുനിക സയൻസും ആത്മീയതയും കൈകോർത്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. ഈ ഒരു മൂല്യവത്തായിട്ടുള്ള ധർമ്മബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ നമുക്ക് പറ്റും. ഈ ധർമ്മബോധമുള്ള ഒരു സമൂഹത്തിനെ സൃഷ്ടിക്കലാണ് ഇതിന്റെ ആദ്യത്തെ പടി. ബാക്കി എല്ലാം കൂടെ വന്നുകൊള്ളും. ഈ ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് എല്ലാവിധ പിന്തുണയും ആശംസയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജനറൽ സെക്രട്ടറി ശ്രീമതി ആലിപ്പറ്റ ജമീല. പൊരുതാം നമുക്ക് ലഹരിക്കെതിരെ എന്ന സന്ദേശവുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ ജാഥയുടെ നായകൻ, ഏറ്റവും ആദരണീയനായ ശ്രീ രമേശ് ചെന്നിത്തലജി, മറ്റു വേദിയിലെ ഏറ്റവും ആദരണീയരും ബഹുമാന്യരുമായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, ഈ ജാഥയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, എല്ലാ കാലത്തും കാലഘട്ടത്തിന്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് കാലോചിതമായ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാവാണ് ശ്രീ രമേശ് ജി. അദ്ദേഹം ഏറ്റവും വലിയ ഒരു സന്ദേശം സമൂഹത്തിന് നൽകിക്കൊണ്ടാണ് ഈ ജാഥയുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ നമ്മൾ അഭിമാനത്തോടെ പറഞ്ഞിരുന്ന നമ്മുടെ കേരളം ഇന്ന് മയക്കുമരുന്നിന്റെ കൈപ്പിടിയിലാണ്. കോടിക്കണക്കിന് രൂപയുടെ MDMA ഉൾപ്പെടെയുള്ള രാസലഹരികൾ കേരളത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ അമ്മമാർക്കും സഹോദരിമാർക്കുമൊക്കെ ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഇതിന് അടിമകളായ കുട്ടികൾ, ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ സമൂഹത്തിൽ വരുത്തി തീർക്കുന്നത്. ഈ വിപത്തിനെതിരെ ശക്തമായി നമുക്ക് പോരാടാം എന്ന ഒരു വലിയ സന്ദേശം സമൂഹത്തിന് നൽകിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രമേശ് ജി നയിക്കുന്ന ഈ ജാഥയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ശ്രീ PP അലി. പ്രിയപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ മുൻ പ്രതിപക്ഷ നേതാവ് പ്രിയങ്കരനായ രമേശ് ചെന്നിത്തല മദ്യം മയക്കുമരുന്നിനെതിരെ നടത്തുന്ന പോരാട്ടം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. എല്ലാ ജില്ലകളിലും ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. അതിന്റെ ഭാഗമാണ് വയനാട് ജില്ലയിൽ നടത്തിയ ഈ പോരാട്ടത്തിന്, അദ്ദേഹത്തിന്റെ നടത്തുന്ന ഈ പോരാട്ടത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു.
പരിപാടിക്ക് നന്ദി പറയുന്നതിന് വേണ്ടി പ്രൗഢ് കേരളയുടെ വയനാട് ചാപ്റ്റർ ജില്ലാ ചാപ്റ്റർ കൺവീനർ ശ്രീമാൻ അഷ്റഫിനോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അധികം എല്ലാവരും സമയമേറെ വൈകി വയനാടിൻ്റെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ലഹരിക്കെതിരെയുള്ളൊരു പോരാട്ടം അല്പസമയം മുമ്പ് ഇവിടെ ആയിരങ്ങൾ അണിനിരന്നുകൊണ്ട് നടന്നിരിക്കുകയാണ്. അനിവാര്യമായ ഒരു ധർമ്മ പോരാട്ടം ഏറ്റെടുത്ത പ്രൗഢ് കേരളയുടെ രക്ഷാധികാരി, ജനാധിപത്യ കേരളത്തിൻ്റെ പ്രതീക്ഷ, ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് ഒട്ടനവധി തീരുമാനങ്ങൾ കൈക്കൊണ്ട കേരളത്തിൻ്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നയിച്ച ഈ വാക്കത്തോളിൽ പങ്കെടുത്ത മുഴുവൻ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, കലാ, സാഹിത്യ, കായിക രംഗത്തുള്ള മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ടും ഈ മഹത്തായ പൊതുസമ്മേളനത്തിലും വാക്കത്തോളിലും പങ്കെടുത്ത അഭിമന്യരായ നേതാക്കൾക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. എല്ലാവരും ചേർന്നാണ് ദേശീയ ഗാനം ആലപിക്കുന്നത്. എല്ലാവരും നിശബ്ദരായി അറ്റൻഷനായി നിൽക്കണം. രാഷ്ട്രഗീത് शुरू करें. जनगण अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा, विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा, तव शुभ नामे जागे तव शुभ आशीष माहे, जागे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे. Gracias.